ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഫാമിലി ആയിട്ട് ഫാമിലി വെഡിങ് സെന്ററിൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടില്ലേ. 2:30 വന്ന് നമ്മളെ 5:30 വരെ അവിടെ ഇരുന്ന് നട്ടതിരിച്ച് പാവത്താരെ പോലെ ഇരുന്ന് നോക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേര്. പടച്ചോൻ്റെ അനുഗ്രഹം എന്നെല്ലാം പറയില്ല. ആ ഷോപ്പിംഗ് മാളിൽ ആ ഒരു ഫ്ലോറിൽ മാത്രമേ ഗേൾസിൻ്റെ ഐറ്റംസിലൂ. ഇല്ലെങ്കിൽ അമ്മാൾ മൊത്തത്തിൽ നടന്ന് ക്ഷീണിച്ചേനെ. നോക്കുന്നെല്ലാം കണ്ടെത്തുന്ന ആ റാക്കിലുള്ള മൊത്തം ഡ്രസ്സിന് ഇപ്പം തന്നെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. പടച്ചോനറിയാം ഇതൊക്കെ എടുക്കാൻ തന്നെയാണ് ഇങ്ങനെ നോക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന പടച്ചോൻ കിട്ടുക. അങ്ങനെ അവസാനം അവൾക്ക് ഡ്രസ്സ് കിട്ടി ഗൈസ്. ആ കുട്ടി പോലും വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ പോവാത്ത, അവര് സുബിക്കാറ്റ് ഇവിടെ വന്നില്ലല്ലോ. നമ്മൾ ഈ പെങ്കി നടക്കുന്നവരെ വരിവരായി നടക്കുന്നത് എന്താണെന്നറിയോ? കാരണം ഇവർക്ക് ടോപ്പ് മാത്രമേ കിട്ടിയില്ല, പക്ഷെ ഇതിനൊരു പാൻറ്റും കൂടി വേണം. ഈ ചതിനാ മനസ്സിലാക്കിയില്ല ഗൈസ്. പാൻറ് എടുക്കാൻ പോയിട്ടാണെങ്കിൽ അതിനേക്കാൾ കോമഡി. അവിടെയുള്ള എല്ലാ പാൻറ്റും എടുത്ത് വെച്ചോക്കെ ഇത് മാച്ചാണോ ഇത് മാച്ചാണോ എന്ന്. ആ കള്ളച്ചിരി കണ്ടാൽ തന്നെ അറിയാം പാൻറ്റ് സെറ്റായത്. അൽഹംദുലില്ലാ അവസാനം പാൻറ്റ് സെറ്റായിട്ടുണ്ട്. കിട്ടിയ അവസാനം ഈ സങ്കടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവൾക്ക് എന്താ ഡ്രസ്സ് ഇഷ്ടമായിട്ടില്ല. സംഭവം അതൊന്നല്ല. ടോപ്പും പാൻറ്റും കിട്ടുമ്പോഴേക്കും അത് ഇട്ടോക്കാൻ പറ്റില്ല. കാരണം ട്രയൽ റൂമിലാണെങ്കിൽ യുദ്ധത്തിലുള്ള ആളുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ ഷാജേൻ്റെ പർച്ചേസ് ഇനി എൻ്റെ പർച്ചേസാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പർച്ചേസാണ്. എനിക്ക് മനസ്സിലാത്തതെന്ന് വെച്ചാൽ ഉമ്മാക്ക് ഇതെന്ത് പറ്റി. കാരണം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പൊതുവേ എന്നൊക്കെ പറഞ്ഞാൽ ആ റാക്കിലുള്ള മൊത്തം ഡ്രസ്സ് എടുത്ത് താഴേക്ക് ഇങ്ങനെ എടുത്തിടും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ പോയിക്കാൻ ഇതൊക്കെ അവരെ തിരിച്ച് മടക്കി വെക്കണമല്ലോ. അപ്പം എനിക്ക് സങ്കടം. കാരണം എൻ്റെ കുഞ്ഞു മനസ്സായതുകൊണ്ട് വേഗം എനിക്ക് സങ്കടം വരും. എന്ത് നല്ല ചെക്കനല്ലേ അനി. അങ്ങനെ ഇവർ രണ്ടാളുടെയും പർച്ചേസ് കഴിയുമ്പോഴേക്ക് ഞാൻ ഫുള്ളായിട്ട് ക്ഷീണിച്ചു. ഇനി ഉപ്പാൻ്റെ ആണ്. ഉപ്പ വേറെ ലെവല. നേരെ പോയി 2 ഷർട്ട് എടുത്ത് ട്രയൽ റൂമിൽ വന്ന് ഇട്ട് നോക്കി ഫിറ്റെല്ലാം കറക്റ്റാണെന്ന് നോക്കി ഫിക്സ് ചെയ്ത്. നമ്മളൊക്കെ നെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉപ്പ എടുത്ത ഡ്രസ്സ് എന്തിന് ഇവൻ ഇടുന്നു. സംഭവം കോമഡിയാണ്. ഉപ്പ കാര്യമായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് നോ പറയേണ്ട മടി വിചാരിച്ചിട്ട് അത് യെസ് പറയും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് എന്നോട് പറയും അഷ്ഫാക്ക് നീ ഇട്ടോന്ന് എനിക്ക് നല്ല രസം ഉണ്ടാവും. അങ്ങനെ എത്ര ഷർട്ടും പാൻറ്റും ഷൂ ഒക്കെ ഉണ്ടെന്നറിയാം എൻ്റെ ഷെൽഫിൽ. ഇതാ പറയുന്നത് ഉപ്പാൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ എപ്പോഴും പോകണം. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അവിടെ നിന്ന് തന്നെ നോമ്പ് മുറിച്ചു കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഈ ബോയ്സ് എന്തിനും ഈ മെനു കാർഡ് ഇങ്ങനെ മറിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാര്യമായിട്ട് മറിച്ച് നോക്കുക. എന്നിട്ട് അവസാനം ഒരു അൽഫാം ചെസ്റ്റ് പീസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.